ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കളെയും മഹനീയമായി ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് സ്വാഭാവിക ലോകം സൃഷ്ടാവിനെ കുറിച്ച് സംസാരിക്കുന്നു. അതിന് നമുക്ക് മനഃപ്പാഠമായി നൽകിയിരിക്കുന്ന വേദവാക്യം, ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും, അവൻ യഹൂദ നഗരങ്ങളെ പണിയും, അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും. സങ്കീർത്തനങ്ങൾ 69:34-35 വാക്യങ്ങൾ. ലോകത്തെ നിലവിൽ കൊണ്ടുവന്ന അതേ ഊർജം ഇപ്പോഴും പ്രപഞ്ചത്തെ താങ്ങി നിർത്തുകയും പ്രകൃതിയുടെ പ്രവൃത്തികൾ അതിനാൽ തന്നെ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കരങ്ങൾ ഗ്രഹങ്ങളെ അവയുടെ ആകാശത്തിലൂടെയുള്ള അനുക്രമ സഞ്ചാരത്തിൽ നയിക്കുന്നു. ആന്തരികമായി അന്തർലീനമായിരിക്കുന്ന ശക്തി കൊണ്ടല്ല, ഭൂമി സൂര്യനെ വർഷാവർഷം ചുറ്റുന്നതും അതിന്റെ സമൃദ്ധിയെ ഉൽപ്പാദിപ്പിക്കുന്നതും ദൈവത്തിന്റെ വചനം മൂലകങ്ങളെ നിയന്ത്രിക്കും. ദൈവം ആകാശത്തെ മേഘം കൊണ്ട് നിറയ്ക്കുകയും ഭൂമിക്കായി മഴ ഒരുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് താഴ്വരകളെ ഫലസമൃദ്ധമാക്കുകയും പർവ്വതങ്ങളിൽ പുല്ലുമുളപ്പിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ ശക്തി കൊണ്ടാണ് സസ്യാദികൾ വളരുന്നത്. അതിനാലാണ് ഇലകൾ പ്രത്യക്ഷപ്പെടുകയും പൂക്കൾ വിടരുകയും ചെയ്യുന്നത്. ഇവിടെ വളരെ ശക്തമായ രീതിയിൽ വളരെ ശക്തമായ നിലയിൽ ഒരു കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധ വചനം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അപ്പോൾ ലോകം ചോദിക്കുന്നു, ഒരു ജീവിക്കുന്ന ദൈവമുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഏറ്റവും നല്ല മറുപടിയാണ് ആ സങ്കീർത്തനം നമ്മളോട് പറയുന്നത്. ഈ ലോക സംഭവങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരു ദൈവം ഉണ്ട് എന്നുള്ള വസ്തുത, ലോക സംഭവങ്ങളൊക്കെ മനുഷ്യനെ ഓരോ ദിവസവും ഉത്ബോധിപ്പിക്കുമ്പോൾ, ലോക സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ വളരെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, വളരെ സങ്കടത്തോടെ കഴിഞ്ഞ ദിവസം സിറിയയിൽ നടന്ന ഒരു സംഭവം നിങ്ങൾ വായിച്ചു കേട്ട് കാണും. ഒരു ദൈവമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ നഗ്നമായ തെളിവാണ്. ഒരു പാസ്റ്ററും അദ്ദേഹത്തിന് ഭാര്യയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം, അവർ സുവിശേഷ പ്രവർത്തനത്തിൽ വളരെ ജാഗരൂകരായി ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം 20 പേരടങ്ങുന്നതായ ഒരു സംഘത്തെ സിറിയയിലെ മതമൗലികവാദികൾ കൊന്നൊടുക്കിയ ചരിത്രം നിങ്ങൾ ഈ നാളുകളിലൊക്കെ കേട്ട് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ദൈവമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു നഗ്നമായ തെളിവാണ്. കാരണം ക്രിസ്ത്യാനിത്വത്തിന് മുൻകാലങ്ങളെക്കാൾ ഇത്രമാത്രം പീഡനമേൽക്കേണ്ടി വരുന്നതായ ഒരു ദയനീയമായ സാഹചര്യത്തിലേക്ക് നാം എത്തി നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ഒരു ലോക സൃഷ്ടിതാവുണ്ട്, സൃഷ്ടിയുടെ മേൽ അധികാരമുള്ള ഒരുവനുണ്ട് എന്ന് ലോക സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, എന്നിട്ട് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ ദൈവത്തെ ഭയപ്പെടാതെ പാപത്തിൻ്റെതായ വഴികളിലൂടെ പിന്നെയും സഞ്ചരിക്കുന്നതെന്ന് നാം സർവ്വസാധാരണമായി ചിന്തിക്കാറുണ്ടാകും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥിതികളെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത രീതിയിൽ വിശുദ്ധ വചനം പറയുന്നു, ദൈവപ്രതിമയായിട്ടുള്ള തേജസ്സിനുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. ആയതുകൊണ്ട് സുവിശേഷ വിരോധികളാൽ ഒരു വലിയ സമൂഹം ധ്വംസിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രാർത്ഥനയോടും, അതായത് നിരന്തരമായ ഉപവാസവും പ്രാർത്ഥനയുമൊക്കെ ആത്മീയ ജീവിതത്തിൽ പടുത്തുയർത്തേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം, മനുഷ്യജീവന് വെറും വില കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് സംഭവങ്ങൾ വന്നെത്തി നിൽക്കുകയാണ്. ഈ സാധാരണക്കാരായ മനുഷ്യരെ സുവിശേഷത്തിന്റെ പേരിൽ കൊന്നൊടുക്കുമ്പോൾ നാം ഓർക്കണം, നമുക്കതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളതൊന്നും ഒരിക്കലും വരില്ല. ഈ ലോകത്തിൽ സംഭവിച്ചതുപോലുള്ളതായ ഏറ്റവും വലിയ ഭയാനകമായ
വലിയ അവസ്ഥകൾ ഈ ലോകത്തിൽ ഉണ്ടാകും. നമുക്കറിയാം, ചില നാളുകൾ മുൻപ് മണിപ്പൂർ പോലുള്ളതായ പ്രദേശങ്ങളിൽ പാവപ്പെട്ട ക്രൈസ്തവർ വിശ്വാസത്തിനു വേണ്ടി, സുവിശേഷത്തിനു വേണ്ടി ചുമര് കൊടുത്ത പാവപ്പെട്ട ക്രൈസ്തവരെ കൊന്നൊടുക്കുന്ന ദയനീയമായ ഒരവസ്ഥകൾ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ ദൈവത്തെ ഭയപ്പെടുവാൻ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന, ഈ ലോകത്തിന് മേൽ അധികാരമുള്ള ഒരു ദൈവമുണ്ട് എന്ന് നാം പലപ്പോഴും വിസ്മരിച്ചു കളയുന്നതായി കാണുവാൻ തക്കോണം സാധിക്കും. ഈ ദൈവത്തെ അന്വേഷിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ വേദപുസ്തകം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ആയതുകൊണ്ട് ദൈവസ്നേഹം തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. വരും കാല തലമുറകളെ ദൈവത്തിനു വേണ്ടി അഭ്യസിപ്പിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. സുവിശേഷ പ്രചാരകന്മാരായിരുന്ന പ്രിയപ്പെട്ട ദൈവദാസന്മാരുടെ മക്കളൊക്കെ ഇന്ന് IT മേഖലയിലേക്ക് പോകുമ്പോൾ സുവിശേഷം എന്ന സനാതന മൂല്യത്തിനു വേണ്ടി അർപ്പിക്കപ്പെട്ട തലമുറകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ആയതുകൊണ്ട് ഇന്ന് പോൽക്കാലം നാം മനസ്സിലാക്കേണ്ടത് ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവമാണ് നമ്മുടെ സംരക്ഷകൻ, ആ ദൈവമാണ് നമ്മുടെ പരിപാലകൻ. ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. ഈ പ്രപഞ്ച ശക്തികളിലൊക്കെ എന്ത് വ്യതിയാനങ്ങൾ ഉണ്ടായാലും, ഏതവസ്ഥകൾ മാറ്റിമറിക്കപ്പെട്ടാലും, ഒരുപക്ഷെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായാലും ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ വളരെ ശ്രദ്ധേയമായി നാം സുരക്ഷിതരായി പാർക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയാണെങ്കിൽ ഈ യേശുവിന്റെ ചിറകിന് കീഴിൽ പാർക്കപ്പെടണമെങ്കിൽ യേശുവിനെ അറിഞ്ഞ് ജീവിക്കുന്നവരായിരിക്കണം. പ്രകൃതിയിൽ എന്ത് വൈരുദ്ധ്യതകൾ ഉണ്ടായാലും, ഏതെല്ലാം നിയമസിദ്ധാന്തങ്ങൾ മാറ്റിമറിക്കപ്പെട്ടാലും, ദൈവം സ്ഥാപിച്ചതായ സുസ്ഥിരമായ ആരാധനകളും ശുശ്രൂഷകളും അതിൻ്റെതായ മാന്യതയോടെ അതിനെ പരിരക്ഷിക്കുവാനായിട്ടുള്ളതായ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന ഈ പ്രഭാതം ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന വിധം ഒരു കണ്ണാടികൾ എന്ന പോലെ പ്രകൃതിയുടെ മുഖത്ത് അതിന്നും പ്രതിഫലിക്കുന്നു. തന്റെ സൃഷ്ടിയിലൂടെ നാം ഇന്ന് സൃഷ്ടാവിനെ അറിയുന്നവരായി തീരുന്നു. അങ്ങനെ പ്രകൃതി പുസ്തകം നമുക്ക് ഒരു വലിയ പാഠപുസ്തകമാണ്. ബുദ്ധിമാന്മാരായ ജ്ഞാനികളായ ഉപദേശകർക്ക് തിരുവെഴുത്തുകളുമായി അതിനെ ബന്ധപ്പെടുത്തി വഴിതെറ്റി അലയുന്ന ആടുകളെ ദൈവത്തിന്റെ ആട്ടിൻ തൊഴുത്തിലേക്ക് സുരക്ഷിതമായി ദൈവത്തിന്റെ പ്രവൃത്തികളെ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തീരുമാനം ധാരണയെ മനസ്സിലേക്ക് പായിക്കും. അത് തർക്കശാസ്ത്രമോ ന്യായവാദമോ ഉണ്ടാക്കുന്ന ധാരണയല്ല. ദൈവത്തെ അറിയുന്നതിൽ മനസ്സത്രയേറെ ഇരുണ്ടുപോയിട്ടില്ലെങ്കിൽ, അവിടുത്തെ കാണുവാൻ കണ്ണു തീരെ മങ്ങിപ്പോയിട്ടില്ലെങ്കിൽ, ദൈവശബ്ദം കേൾക്കുന്നതിന് കാത് അത്രയേറെ മന്ദമായിട്ടില്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു അർത്ഥം ഗ്രഹിക്കാൻ കഴിയും. സംക്ഷിപ്തമായ ആത്മീയ സത്യങ്ങൾ വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ഹൃദയത്തിൽ പതിപ്പിക്കപ്പെടും. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പൽക്കാലം ഓർക്കുക, വഴിതെറ്റിപ്പോകുന്നതായ ഒരു വലിയ ആട്ടിൻകൂട്ടം ഈ ലോകത്തിലുണ്ട്. വഴിതെറ്റിപ്പോകുന്നതായ ഒരു വലിയ ജനസമൂഹമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ വളരാത്തവരായി തീരുമ്പോൾ, ഇതാണ് മാർഗം, ഇതാണ് സത്യം, ഇതാണ് വഴി, ഈ മാർഗത്തിലൂടെ നാം സഞ്ചരിക്കണമെന്ന് ലോകത്തെ ഉത്ബോധിപ്പിക്കുവാനായിട്ടുള്ളതായ ഒരു വലിയ അവകാശം നമ്മുടെ മേലുണ്ട്. ആയതുകൊണ്ട് അതിനെ മനസ്സിലാക്കാതെ കടന്നു പോകരുത് എന്ന് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം വായിച്ചതുപോലെ ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നത് പോലെ ഈ പ്രകൃതി ഉണ്ടാക്കി സൃഷ്ടിച്ച ദൈവത്തെ, പ്രകൃതിയിൽ മനുഷ്യവാസം നൽകിയ ദൈവത്തെ, നമുക്ക് വേണ്ടതൊക്കെ നൽകിയ ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം, സ്തുതിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം.
നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായിരിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിനായി സ്തോത്രം, നൽകിയ നല്ല വേദശകലത്തിനായി സ്തോത്രം. കേൾവിക്കാരായ മക്കളെ അനുഗ്രഹിക്കണം, ദൂരത്തും ചാരത്തും ഞങ്ങളെ ഗ്രഹിച്ച് എല്ലാവരും അനുഗ്രഹിക്കണം. ഇന്ന് പൽക്കാലം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതമായി തീരുവാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തില് ഏറ്റവും താഴ്ന്നേടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമേൻ. ഈ പ്രഭാതം ദൈവജനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു സമൃദ്ധിയുടെ നല്ല പകൽക്കാലം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.